സ്വയംവരം സ്വയംവരം. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സ്വയംവരം പവേർഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മൺ വെഡിങ് ആണ്, വിഷ്ണു ആൻഡ് രാജശ്രീ. ബ്രാഹ്മൺ വിവാഹം ശരിക്കും മറ്റുള്ള വിവാഹത്തിനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആണല്ലോ. സോ ഒരു കല്യാണത്തിന്റെ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം തുടങ്ങിയുള്ള കല്യാണത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ചടങ്ങുകളെ കുറിച്ച് രണ്ടുപേർക്കും വ്യത്യാസമുള്ള ചടങ്ങുകളാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വിഷ്ണു പറയൂ. എൻ്റെ എന്ന് വെച്ചാൽ തലേ ദിവസം അതിനൂണ് ഒന്ന് ചടങ്ങ് മാത്രം, അത് ഊണ് കഴിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ 12 മണിക്കാണെങ്കിൽ അവിടെയും 12 മണിക്കായിരിക്കണം. ഒരേ ടൈമിൽ കീപ്പ് ചെയ്താണ് അത് ചടങ്ങ് നടത്താറ്. അപ്പം അതിന് വലുതും ഇടതും ഓരോ 2 കൊച്ചു കുട്ടികളെ ഇരുത്തും. ആൺകുട്ടികളെ ഇരുത്തി നമുക്ക് എല്ലാവർക്കും വിളമ്പി തന്ന് ഊണ് കഴിച്ച് ബന്ധുക്കളെല്ലാം അനുഗ്രഹിച്ച് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വേളി കഴിഞ്ഞ് ഊണ് കഴിക്കാവുള്ളൂ. പിന്നെ വല്ല കാപ്പിയോ അങ്ങനെ വല്ല കുടിക്കാവുള്ളൂ. കല്യാണം കഴിഞ്ഞാണ് ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ ഊണ് കഴിക്കാവുള്ളൂ. അങ്ങനെയാണ്. സോ അതാണ് തലേദിവസം നടക്കുന്നത്. കല്യാണത്തിന് ഇവിടെ പെണ്ണിന്റെ വീട്ടില് തലേദിവസം എന്താണ് നടക്കുന്നത്? തലേദിവസം ഞങ്ങക്ക് മൈലാഞ്ചേടിയിലുണ്ട്. അത് വീട്ടില് അമ്മ, അമ്മായി അങ്ങനെയുള്ള പെൺവരെല്ലാരും പെൺവീട്ടില് സ്ത്രീകളാണ്, പെണ്ണുങ്ങൾക്കാണ് അത്. കയ്യില് മൈലാഞ്ചി 3 പ്രാവശ്യം തൊട്ട് കാലിലും കയ്യിലും വെക്കുന്ന ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരി തെറിക്കണം. അത് എങ്ങനെ 1000 തിരി വീതം ഉണ്ടാക്കി വെക്കണം. അത് എന്നിട്ട് ഒരുമിച്ച് കൂട്ടിക്കെട്ടി കല്യാണത്തിന്റെ സമയത്ത് കത്തിക്കുന്നുണ്ട്. റെഡിയാക്കി വെക്കണം. അത് പെണ്ണ് തുടങ്ങി വെക്കണം, എന്നിട്ട് ബാക്കി എല്ലാരും സഹായിക്കും. 1000 നമ്പർ. 1000 തിരി തന്നെയാണ് അതിനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയിനിയൂണുണ്ട്. അയിനിയൂണ് ഇത് പറഞ്ഞ പോലെ 2 അതേ സമയത്ത് സെയിം സമയത്ത് 2 പെൺകുട്ടികളുടെ നടക്കിരുന്ന കഴിച്ചത്. പിന്നെ അതിനുശേഷം ഈ മുതിർന്നവർക്ക് ഡ്രസ്സ് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷനും കല്യാണത്തിന്റെ തലേദിവസമാണ് നടക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ താലികെട്ടിന്റെ കാര്യം ചെറുക്കനല്ല പെൺകുട്ടി താലി കെട്ടി ദാനം ചെയ്യുന്നതാണ് സങ്കല്പം. എടുത്തു കൊടുക്കുന്നുണ്ടോ താലി? ചെറുക്കൻ എടുത്തു കൊടുക്കില്ല. അപ്പൊ ഡയറക്റ്റ് അച്ഛനാണ് താലി കെട്ടാൻ പോകുന്നത്. അതും പെൺകുട്ടിയെ മടിയിലിരുത്തി താലി കെട്ടണമെന്നാണ്. ഓക്കെ. അതിനുശേഷം കന്യാദാനം ചെയ്ത് തരുമ്പോഴാണ് ചെറുക്കന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഓക്കെ. സോ
രാജശ്രീ ഇപ്പം കോസ്റ്റ്യൂം അവിടുത്തെ ഒരു മുണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതുപോലെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആഭരണങ്ങളോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കല്യാണ സമയത്ത് ഇടുന്നത് എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യലായിട്ടുള്ളത് മന്ത്രകോടിയാണ്, ബാക്കി ആഭരണങ്ങളെല്ലാം നോർമൽ. ഓക്കെ, ബിക്കോസ് ഈ പാലക്കാട് അയ്യർക്കൊക്കെ ആ ഒരു 9 മീറ്ററിന്റെ സാരി അത് ആദ്യമായിട്ട് കല്യാണത്തിന് എടുക്കുന്ന അതുപോലത്തെ എന്തെങ്കിലും. അതുപോലെ തന്നെ ഈ മന്ത്രകോടി ഈ 16 മുഴം എന്ന് പറഞ്ഞില്ല, അതുപോലെ 2 മുണ്ടാണ് പെൺകുട്ടിക്ക്. അതുപോലെ തന്നെ 16 അങ്ങനെ ഒന്ന് ഉടുക്കാനും അതിന്റെ ഒന്ന് മൂടാനും കൂടിയാ. മൂടി ഒരു പൂ പോലെയൊക്കെ, അതും ഫോട്ടോ കണ്ടാലേ പിടിച്ചേക്കണം. ഓക്കെ ഓക്കെ, ഏതായാലും നിങ്ങളുടെ കല്യാണത്തിൽ ഇതൊക്കെ ഞങ്ങൾ കാണാൻ പോവാണ്. സോ അത് ഓഫ് കോഴ്സ്, പക്ഷെ അതിന് മുമ്പേ തന്നെ അറിയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്. ഓക്കെ, സോ രണ്ടുപേരും ഇതുപോലെ സോ കോസ്റ്റ്യൂമിന്റെ കാര്യമെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഹോമം ഉണ്ടല്ലോ, നമ്മളെ വേളി എന്ന് പറഞ്ഞാൽ ദശമേനി എന്ന് പറഞ്ഞ പ്രത്യേക തരത്തിൽ എന്നാലും നടന്നു വരുന്നുണ്ട്, ഇപ്പൊ കുറച്ച് ആയിട്ട് നടന്നു വരുന്നുണ്ട്. ഇത് ഓൾഡ് ട്രഡീഷനിലാണ്. അപ്പം കുറച്ചായിട്ട് ഇപ്പോഴത്തെ കുറച്ച് കാലമായിട്ട് കുറച്ച് അധികം നടന്നു വരുന്നുണ്ട്, എന്നാലും കുറവാണ്. അപ്പോൾ ഈ ദശമേനി എന്ന് വെച്ചാൽ ഈ അവിടെ ഹോമം കഴിച്ചിട്ടാണ് എന്താ നമ്മൾ വേളി പൂർത്തിയാക്കുന്നത്. ആ ഹോമത്തിന് ഒരു ചമതയിൽ നമ്മൾ ആ അഗ്നിയെ ആവാഹിച്ച് അതിനകത്താക്കി ഇവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം ഈ വിവാഹത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു ഹോമം തുടങ്ങി അത് 4 ദിവസം തീ കെടാണ്ട് സൂക്ഷിച്ച് എന്ന് രാവിലെ വൈകുന്നേരം ഹോമങ്ങളുണ്ട്. അത് ഇവിടെ ഓദിക്കോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് പറഞ്ഞു തരും. നമ്മളെ ഈ ചടങ്ങുകളെല്ലാം നടത്തുന്ന ഒരാൾ പറഞ്ഞു തന്നാണ് നടത്തുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞു തരും. അത് ഈ ഹോമം നടക്കുമ്പോഴെല്ലാം പെൺകുട്ടി അതിൻ്റെ ചടങ്ങുകളുണ്ട്. പായ വിരിക്കാൻ മന്ത്രമുണ്ട്, പായയിൽ മെത്ത വിരിക്കാൻ മന്ത്രമുണ്ട്. അതിൽ വേണം പെൺകുട്ടി കിടക്കാൻ എപ്പോഴും. അതിൽ വേണം എന്നും പെൺകുട്ടി കിടക്കാൻ, മാറി കിടക്കാൻ പാടില്ല. കൂട്ടിന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ ആർക്കെങ്കിലും കിടക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും സ്ത്രീകൾക്ക് കിടക്കാം കൂട്ടിന്. പുരുഷന്മാർക്ക് കിടക്കാൻ പറ്റില്ല 4 ദിവസം. അങ്ങനെ 4 ദിവസത്തെ ഹോമം എന്താ 4 ദിവസത്തിൻ്റെ അന്ന് രാവിലെയാണ് പിന്നെ പെൺകുട്ടിക്ക് കുളിക്കാൻ പറ്റുക. ഓ, ഈ 4 ദിവസവും കുളിക്കാനും പാടില്ല. ഇത് വിവാഹത്തിന് അന്ന് വൈകുന്നേരം മുതൽ 4-ാം ദിവസം രാവിലെ വരെ കുളിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചടങ്ങാണ് ഈ ട്രഡീഷൻ. അങ്ങനെയാണ് എന്ന് വെച്ചാൽ അശുദ്ധിയൊന്നുമില്ല പെൺകുട്ടിക്ക്. ഈ 4 ദിവസം അശുദ്ധി ഇല്ല. തീ എപ്പോഴും വേണോ പെൺകുട്ടിക്ക് നോക്കാം, പക്ഷെ ചെറുക്കന് നോക്കാൻ പറ്റില്ല, തൊടാനും പാടില്ല. പെൺകുട്ടിക്ക് തീ നോക്കാം, കെടാണ്ട് സൂക്ഷിക്കാം. ഉമിയിട്ടാണ് ഈ തീ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഉമിയൊക്കെ ഇട്ട് കൊടുക്കാം, എല്ലാം സൂക്ഷിക്കാം പെൺകുട്ടിക്ക്. ആൺകുട്ടി രാവിലെ എന്താ കുളിച്ച് വന്ന് ഹോമം കഴിച്ച് പിന്നെ എന്തെങ്കിലും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ അഗ്നിയിൽ തൊടാൻ പാടില്ല. അങ്ങനെ ആ സമയത്ത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അടുത്തിരിക്കണം, വലതുവശത്ത് പെൺകുട്ടി ഇരുന്നാണ് ഹോമം കഴിക്കണത് എന്ന് രാവിലെ വൈകുന്നേരം. ഓക്കെ, പക്ഷെ ഒരുമിച്ച് ഈ 4 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ. എന്നുവെച്ചാല് അന്ന് വേളിക്ക് ഉടുത്ത അതേ വസ്ത്രം തന്നെയാണ് ആൺകുട്ടിയും പെൺകുട്ടിയും 4-ാം ദിവസവും 5-ാം ദിവസവും ക്രിയകൾക്കെല്ലാം ഉടുക്കുന്നത്. അങ്ങനെയും പ്രത്യേകതയുണ്ട്. ഇത് തന്നെ മടക്കി സൂക്ഷിച്ചു വെക്കും. നിങ്ങൾക്ക് പ്രത്യേക ഇത്രയും പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഓദിക്കാൻ എല്ലാം പറഞ്ഞു തരും. അങ്ങനെയാണ് ചിട്ടവട്ടം, അങ്ങനെയാണ് വന്നത്. ഓക്കെ, സോ ഏതായാലും വിഷ്ണുവിന് ഒരുപാട് പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും ഉള്ള ഒരാളാണ്. രാജശ്രീ ഇതുപോലെ തന്നെയാണോ ബൈ നേച്ചർ? പ്രാർത്ഥനയും കാര്യങ്ങളും? പിന്നെ 2 വർഷം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതുണ്ട്, കുറച്ച് അതിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. പക്ഷെ എനിവേ എന്തൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം ലീഡിങ് ടു ദ സെയിം ഗോഡ് ആണ് അല്ലേ? ആ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ. പിന്നെ അതല്ല, പെൺകുട്ടിക്ക് മന്ത്രങ്ങളൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. നമ്മൾ 2 പുല്ലിട്ട് തൊട്ടിരിക്കുക എന്നാണ് സങ്കല്പം. തൊഴുതിരുന്നാ മതി. നമ്മളാണ് മന്ത്രം ചൊല്ലുന്നത്. ആ പുല്ലിലൂടെ കണക്ഷൻ ഉണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. ഏതായാലും 2 പേർക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അറിയാൻ തോന്നി. ഇനി കല്യാണം കഴിഞ്ഞാൽ മാത്രം മതി അല്ലേ? ഒരു ബ്രാഹ്മൺ വെഡിങ് എന്ന് പറയുമ്പം അഗ്നിയെ സാക്ഷി നിർത്തി ഒരുപാട് ഹോമങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും എല്ലാം ഉള്ള ഒരു വെഡിങ് ആണ്. ഇവരുടെ വെഡിങ്ങിൻ്റെ അന്ന് നമുക്ക് ഒത്തിരി വ്യത്യാസമുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചു. അതായത് തെയ്യം ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു, ചെണ്ടമേളം, ഇതെല്ലാമാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്സ്. സോ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം.
കല്യാണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചടങ്ങെന്ന് പറയുന്നത് താലി കെട്ടുന്ന ചടങ്ങാണ്. യൂഷ്വലി നമ്മൾ കാണുന്ന വിവാഹങ്ങളിലെല്ലാം ചെറുക്കൻ ഡയറക്റ്റ്ലി പെണ്ണിന് താലി കെട്ടുകയാണ്. പക്ഷെ ബ്രാഹ്മിൺ വെഡിങ്ങിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറുക്കനല്ല പെണ്ണിന് താലി കെട്ടുന്നത്, പക്ഷെ പെണ്ണിൻ്റെ അച്ഛനാണ് പെണ്ണിന് താലി കെട്ടുന്നത്. അതും അച്ഛൻ്റെ മടിയിലിരുന്നുകൊണ്ടാണ് ഈ താലി കെട്ടുന്ന ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം അച്ഛൻ തന്നെ പെണ്ണിനെ ചെറുക്കനിലേക്ക് ഏൽപ്പിക്കുവാണ്. ആ ഒരു ചടങ്ങിൻ്റെ പേരാണ് കന്യാദാനം. സോ ഇത് ഞാൻ പറഞ്ഞതുപോലെ ബ്രാഹ്മിൺ കല്യാണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സോ അന്നത്തെ ദിവസം ഈ ഒരു ചടങ്ങ് എങ്ങനെയാണ് നടന്നതെന്നും ബാക്കിയുള്ള ചടങ്ങുകൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ജോയിൻറ്റ് ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ കുറവാണ്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും അവർക്ക് വർക്കും കരിയറും അവരുടെ ലൈഫായിട്ട് ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വെഡിങ് എന്ന് പറയുന്നുള്ള മൊമെൻറ്റ്സിലാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നത്. അത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അടുത്തുള്ളവരായിക്കോട്ടെ, ഒരുപാട് ദൂരെ താമസിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ ലൈഫാണ് വെഡിങ്. അത് തന്നെയാണ് നമ്മൾ വിഷ്ണുവിൻ്റെയും രാജശ്രീയുടെയും വെഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വിഷിംഗ് വിഷ്ണു ആൻഡ് രാജശ്രീ എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എ ഹാപ്പി മാരിഡ് ലൈഫ്. മറ്റൊരു വിവാഹവുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്.